ഹലോ ഓൾ വെൽക്കം ടു CS ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുവാണ്. മൊഡ്യൂൾ 3യിൽ നമുക്ക് മേജർ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഇത്രയാണ്. മേജർ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ട്രീസ് ആൻഡ് ഗ്രാഫ്സ് ആണ്. ട്രീസ് ആൻഡ് ഗ്രാഫ്സ് ഈ രണ്ട് ടോപ്പിക്കാണ് മേജർ നമ്മൾ നോക്കുന്നത്. ഇത്രയും ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യണം. ഇതെല്ലാ ടോപ്പിക്സും ബിടെക് പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, ഇന്റർവ്യൂ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസിന്റെ കോർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അല്ലേ? സോ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രീ, അതിന്റെ ബേസിക് ഡെഫിനേഷനും ടെർമിനോളജീസും, അതുപോലെ തന്നെ ബൈനറി ട്രീ എന്താണ്. കാരണം കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ കൂടുതൽ നോക്കുന്നത് ബൈനറി ട്രീസ് ആണ്. അതിന്റെ ടൈപ്സ് എന്താണ്, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ട്രീസ്. Basic definition and terminologies. So a tree is a non-linear data structure. Non-linear data structures ആണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഒക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആയിരുന്നു അല്ലേ. So it's a non-linear data structure in computer science that organizes data hierarchically. It consists of nodes connected by edges with a single designated node called the root. എന്താ ബേസിക്കലി ട്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വൃക്ഷം, ഒരു മരം പോലെ അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്കൊരു നോഡ് ഉണ്ട്, ഇതിനെ നമ്മൾ റൂട്ട് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഒരുപാട് ചിൽഡ്രൻസ് ഉണ്ടാവാം. ഇതിനകത്ത് ഞാൻ 3 ചിൽഡ്രൻസ് ആണ് വരച്ചത്, റൈറ്റ്. സോ അഗെയിൻ ഇവിടെ ഞാനൊരു ഇങ്ങനെ 3 ചിൽഡ്രൻസ് എവറി നോഡ്. ഇതൊരു ട്രീന്റെ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. സോ ഇത് നമ്മൾ എന്താണ്, ഇതൊരു നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലീനിയർലി ഇങ്ങനെ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് പോവില്ല. ഇതൊരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ് നമ്മൾ ചെയ്യുന്നത്. നൗ ഇതിനെ നമുക്ക് ഇതിനകത്ത് ഒരു സപ്പോസ് 10 വാല്യൂ ആണ്, 20, 30 ഇതിനകത്ത് വാല്യൂസ് ഉണ്ടാകും. ഓരോ നോഡ്സ് എന്താണ് വാല്യൂസ്, ഇൻഡിവിജ്വൽ എന്താണ്, ഇതെന്താണ് ഒരു നോഡാണ്, ഇതുപോലെ ഇതൊരു നോഡാണ്, ഇത് നോഡാണ്, റൈറ്റ്. സോ ഇതെല്ലാം എന്താണ് ഡേറ്റ ആയിട്ട് നമുക്ക് കണക്കാക്കാം, റൈറ്റ്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്, റൂട്ട് ആണ്, റൈറ്റ്. ഇത് നോൺ ലീനിയർ ആണ്, ഹൈറാർക്കിക്കൽ ഫോമിലാണ് സ്റ്റോർ ആവുന്നത്. ആൻഡ് ഇതിനെ നമുക്ക് എന്താണ് ഒരു അറേ വെച്ചിട്ട് ഇതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ റിപ്രസെന്റേഷൻ ഓഫ് ട്രീ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കും. സോ ട്രീ എന്താണ്, ഇതാണ് ഒരു ട്രീ, റൈറ്റ്. ഇതെന്താണ് ഒരു ഹൈറാർക്കിക്കൽ മോഡലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, നൗ ഏതൊക്കെയാണ് കീ പ്രോപ്പർട്ടീസ്? കീ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന്, അത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ്, റൈറ്റ്. എന്താണ്, ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. വെർ ഈച്ച് നോഡ് ഹാസ് അറ്റ്മോസ്റ്റ് 1 പാരന്റ്. ഓൾറൈറ്റ്, ഓരോ എവ്രി നോഡ് ഹാസ് അറ്റ്മോസ്റ്റ് ഒന്നിൽ കൂടുതൽ പാരന്റ് ഉണ്ടാവാൻ പാടില്ല, റൈറ്റ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വരയ്ക്കുവാണെങ്കിൽ യു ക്യാൻ സി എല്ലാ നോഡിനും എന്താണ് അറ്റ്മോസ്റ്റ് 1 പേരന്റ് ആണുള്ളത്. ഓൾറൈറ്റ്, നൗ എക്സെപ്റ്റ് ഫോർ ദ റൂട്ട്. റൂട്ടിന് എന്താണ് പേരന്റ് ഇല്ല. ഓൾറൈറ്റ്, നൗ റൂട്ട് നോഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് a single starting point for the tree. ഇവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ആവുന്നത്, ഇതാണ് റൂട്ട്. ഓൾറൈറ്റ്, സോ അതും ഒരു ടെർമിനോളജിയാണ്. നൗ ഇതിനകത്ത് സൈക്കിൾസ് ഉണ്ടാവാൻ പാടില്ല. യു ക്യാൻ സി നമ്മൾ എന്താണ് ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ വരച്ച് ഒരു സൈക്കിൾ ഫോം ചെയ്യുവാണ് അല്ലെ. ഇതിനകത്ത് അങ്ങനെ സൈക്കിൾ ഫോം ചെയ്യില്ല. ട്രീ ഹാസ് നോ സൈക്കിൾസ്, റൈറ്റ്. സോ ദർ ഇസ് യുണീക് പാത്ത് ഫ്രം ദ റൂട്ട് ടു എനി അതർ റൂട്ട്. സപ്പോസ് എനിക്ക് ഈ റൂട്ടിൽ നിന്നും ഈ നോഡ് വരെയും പോകണം, എന്താണ് ഒരു യുണീക് പാത്ത് ആണ് ഇങ്ങനെ, റൈറ്റ്. വീട് വരച്ച് കാണിക്കാം. സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് റൂട്ട് ഇതാണ് ആൻഡ് ഐ വാണ്ട് ടു ഗോ ടു ദിസ് നോഡ്. അപ്പൊ ഇങ്ങനെ ഒരു പാത്തേ ഉള്ളൂ, യുണീക് പാത്താണുള്ളത്. ഇതിനകത്ത് സൈക്കിൾ ഒന്നും ഫോം ചെയ്യുന്നില്ല. സൈക്കിൾ ഉണ്ടെങ്കിൽ ഒരുപാട് പാത്ത് ഉണ്ടാവും അല്ലെ. സോ ദർ ഇസ് എ യുണീക് പാത്ത് ഫ്രം ദ റൂട്ട് ടു എനി അതർ നോഡ്. എ ട്രീ കനോട്ട് കണ്ടെയ്ൻ എനി ലൂപ്സ് ഓർ സൈക്കിൾ. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനി ഏതൊക്കെയാണ് ബേസിക് ടെർമിനോളജീസ്? റൂട്ട് നമുക്കറിയാം എന്താണ്, ദ ടോപ്പ് മോസ്റ്റ് നോഡ് ഓഫ് ദി ട്രീ. പേരന്റ് എന്ന് പറയുമ്പോൾ എ നോഡ് ദാറ്റ് ഹാസ് ചിൽഡ്രൻ. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ പേരന്റ് എന്തൊക്കെയായിരിക്കാം? ഇതൊരു പേരന്റ് ആണ്, ഇത് റൂട്ടുമാണ്, ഇതൊരു പേരന്റുമാണ്, റൈറ്റ്. ആരുടെ? ഈ 2 ചിൽഡ്രന്റെയും. ആൻഡ് ദീസ് നോഡ്സ് ആർ ഓൾസോ പേരന്റ്, പക്ഷെ ഇത് പേരന്റ് അല്ല, റൈറ്റ്. സോ പേരന്റ് എന്ന് പറയുമ്പോൾ എ നോഡ് ദാറ്റ് ഹാസ് ചിൽഡ്രൻ. ചൈൽഡ് എന്ന് പറയുമ്പോൾ എ നോഡ് ഡയറക്ട്ലി കണക്റ്റഡ് ടു അനദർ നോഡ് വെൻ മൂവിങ് അവേ ഫ്രം ദ റൂട്ട്. ചൈൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എ നോഡ് ഡയറക്ട്ലി കണക്റ്റഡ് ടു അനദർ നോഡ് വെൻ മൂവിങ് അവേ ഫ്രം ദ റൂട്ട്. റൂട്ടിൽ നിന്നും മൂവ് അവേ ചെയ്യുമ്പോൾ a node, this node, സപ്പോസ് ഈ നോഡാണ്, which is directly connected to another node when moving away. വേറെ നോഡായിട്ട് കണക്റ്റഡ്. സോ ദിസ് ഇസ് എ ചൈൽഡ്, റൈറ്റ്. ഇതെല്ലാം ചൈൽഡ് ആണ്, റൈറ്റ്. ഇതെല്ലാം റൂട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ആവുന്നുണ്ട്. ആൻഡ് ബേസിക്കലി ചൈൽഡ് എന്ന് പറയുമ്പോൾ എന്നാൽ പേരന്റിൽ നിന്ന് താഴെ വരുന്നത് ഏതൊക്കെയാണോ അതെല്ലാം ചൈൽഡ് ആണ്, റൈറ്റ്. സോ ദിസ് ഇസ് ഓൾസോ എ ചൈൽഡ്. ഇതൊരു ചൈൽഡ് ആണ്, ഇതൊരു ചൈൽഡ് ആണ്, ഇതൊരു ചൈൽഡ് ആണ്, റൈറ്റ്. നൗ ലീഫ് എന്താണ്? ലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും a node that has no children, റൈറ്റ്. നമുക്കറിയാം
ഇവിടെ വന്നിട്ട് എന്താണ് അവസാനിക്കുകയാണ് ട്രീ, ഇതിന് താഴെ ചിൽഡ്രൻ ഇല്ല. സോ ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കും ലീഫ് എന്ന് പറയും, ലീവ്സ് എന്ന് പറയും. ഓൾറൈറ്റ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് പാത്ത് ഫ്രം റൂട്ട് ടു ലീഫ്. അതായത് ഏറ്റവും ലോങ്സ്റ്റ് പാത്ത് എന്താണ്. സപ്പോസ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ട്രീ വരയ്ക്കാന്ന് വിചാരിക്കാം, ഇങ്ങനെ ഒരു ട്രീ വരാം. ഓൾറൈറ്റ്. റൈറ്റ്. സോ എന്താ പറയുന്നത് ഹൈറ്റ് എന്താ ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് പാത്ത് ഫ്രം ദി റൂട്ട് ടു ലീഫ്. സോ റൂട്ട് ഇതാണ്, ഇവിടുന്ന് ലോങ്സ്റ്റ് പാത്ത് എന്താണ് ഇതാണോ? അല്ല. ഏതാണ്? 1 2 3. റൈറ്റ്. സോ എന്താണ് ഇത്രയുമാണ് ലോങ്സ്റ്റ് പാത്ത്. അല്ലെങ്കിൽ ഇങ്ങനെയും എടുക്കാം നമുക്ക്, ഇതൊരു ലോങ്സ്റ്റ് പാത്ത് ആണ്. സോ ലോങ്സ്റ്റ് പാത്ത് ഏതാണോ അതാണോ അതിന്റെ ഹൈറ്റ്സ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 1 2 3 ആണ് ഇതിന്റെ ഹൈറ്റ്. സോ റൂട്ട് എന്താണ്, പേരന്റ് എന്താണ്, ചൈൽഡ്, ലീഫ്, ഹൈറ്റ്, ഇതെല്ലാം മനസ്സിലായി. പ്രോപ്പർട്ടീസ് എന്താണ് ഒരു ട്രീന്റെ അതും മനസ്സിലായി. ഇറ്റ്സ് വെരി ഈസി. ഓൾറൈറ്റ്. സി ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചായിരുന്നു. ഇതൊരു പ്രോപ്പർ എക്സാമ്പിൾ ആണ്. ഒരു ഫിഗർ എടുത്ത് ഞാൻ യു ക്യാൻ റെഫർ ദിസ്. റൈറ്റ്. ഇതെന്താണ്, ഇത് റൂട്ടാണ്, ഇതെല്ലാം ചിൽഡ്രൻ ആണ്. ഹൈറ്റ് എന്തായിരിക്കും 1 2 ആയിരിക്കും. ഹൈറ്റ് ലോങ്സ്റ്റ് പാത്ത് ഇതാണ്. ലീഫ് എന്തായിരിക്കും D and E ആയിരിക്കും ഇതിന്റെ ലീഫ്. റൂട്ട് എന്താണ് ഇതിന്റെ A ആണ്. പേരന്റ് ഏതൊക്കെയാവും? A ഒരു പേരന്റ് ആണ്, B and C. C ഒരു പേരന്റ് അല്ല. റൈറ്റ്. DE and C യും ലീഫാണ്, കാരണം C എന്താണ് ചിൽഡ്രൻ ഇല്ല. B ഒരു പേരന്റ് ആണ്. റൈറ്റ്. ആൻഡ് A is also a parent. റൈറ്റ്. സോ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. മൂവിങ് ഫോർവേഡ്, ബൈനറി ട്രീ എന്താന്നുള്ള കാര്യം നമുക്ക്. A binary tree is a hierarchical data structure in which each node has at most 2 children. Now നമ്മൾ ബൈനറി ട്രീ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. ഓൾറൈറ്റ്. ഇതൊരു ബൈനറി ട്രീ ആണ്, ഇത് തീർച്ചയായിട്ടും ഒരു ബൈനറി ട്രീ ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ വെറുതെ വരയ്ക്കുമെന്ന് വിചാരിച്ചു, ഒരു നോഡ് മാത്രം. ഇതും ഒരു ബൈനറി ട്രീ ആണ്. വൈ? ബിക്കോസ് എന്താ പറയുന്നത് അറ്റ് മോസ്റ്റ് 2 ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് കൂടിപ്പോയ 2 ചിൽഡ്രൻ. ഒരു ചിൽഡ്രനും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇതിനെ ബൈനറി ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്. സോ ദിസ് ഈസ് ഓൾസോ എ ബൈനറി ട്രീ ആൻഡ് യു ക്യാൻ സേ ദിസ് ഈസ് ഓൾസോ എ ബൈനറി ട്രീ. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് 1 ചൈൽഡ്. റൈറ്റ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ, ഇപ്പോഴേയും നമുക്ക് ഇവിടെയും ഒരു ചൈൽഡിനെ വരയ്ക്കാം. ഇതൊരു ബൈനറി ട്രീ ആണ് ആൻഡ് ഇതും ഒരു ബൈനറി ട്രീ ആണ്. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ അറ്റ് മോസ്റ്റ് 2 ചിൽഡ്രൻ ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു വെറുതെ ഒരു നോഡ് വിത്ത് നോ ചിൽഡ്രൻ വെച്ചാലും എന്തായിരിക്കും അത് ബൈനറി ട്രീ ആയിട്ട് കണക്കാക്കും. റൈറ്റ്. എന്താണ് ചിൽഡ്രൻ ഏതൊക്കെ ആയിരിക്കാം? ലെഫ്റ്റ് ചൈൽഡ് വരാം. ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരയ്ക്കുന്ന നോഡിന് നമ്മൾ എന്ത് പറയും? ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയും. റൈറ്റ് സൈഡിൽ വരയ്ക്കുന്ന നോഡ് നമ്മൾ എന്ത് പറയും? റൈറ്റ് ചൈൽഡ് എന്നും പറയും. സോ ഒരു ബൈനറി ട്രീന് വെറുതെ ജസ്റ്റ് ഒരു ലെഫ്റ്റ് ചൈൽഡ് മാത്രമായിരിക്കാം, അതും ദാറ്റ് ഓൾസോ ബിക്കംസ് എ ബൈനറി ട്രീ. ആൻഡ് സപ്പോസ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി എ റൈറ്റ് ചൈൽഡ്, ദാറ്റ് ഈസ് ഓൾസോ എ ബൈനറി ട്രീ. സോ അതിന്റെ അർത്ഥം എന്താണ്? അറ്റ് മോസ്റ്റ് 2 ചിൽഡ്രൻ ആവാം. ഓൾറൈറ്റ്. ഓക്കെ. സോ ദാറ്റ് ഇസ് ഇറ്റ്. Now proper types of binary tree നമുക്ക് നോക്കാം. ഏതൊക്കെ ടൈപ്സ് ഓഫ് ബൈനറി ട്രീസ് ഉണ്ട്. റൈറ്റ്. ആദ്യം നമ്മൾ കണക്കാക്കുന്നത് ഫുൾ ബൈനറി ട്രീ. ഓൾറൈറ്റ്. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബൈനറി ട്രീ ഈസ് ഫുൾ ബൈനറി ട്രീ. അതിന്റെ അർത്ഥം എന്താണ്? എവറി നോഡ് ഹാസ് ഐദർ 0 or 2 ചിൽഡ്രൻ. റൈറ്റ്. നോ നോഡ് ക്യാൻ ഹാവ് ഓൺലി 1 ചൈൽഡ്. ദാറ്റ് മീൻസ് ഇങ്ങനത്തെ ഒരു സിനാരിയോ പോസിബിൾ അല്ല. ഒന്നെങ്കിൽ 0 ചൈൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 ചിൽഡ്രൻ 100% ഉണ്ടായിരിക്കണം. റൈറ്റ്. സോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ക്യാൻ സി സംതിങ് ലൈക്ക് ദിസ്. നോക്കിക്കേ, എവറി നോഡ്, ഓരോ നോഡിനും എന്തുണ്ട്? ഐദർ 2 ചിൽഡ്രൻ ബി സി. റൈറ്റ്. നൗ ബി എടുത്ത് DE ഉണ്ട്. റൈറ്റ്. ആൻഡ് സി എടുത്ത് സിയിൽ എന്തുണ്ട്? 0 ചിൽഡ്രൻ ആണ്. സോ എന്താ പറഞ്ഞത്? ഐദർ 0 or 2 ചിൽഡ്രൻ. ഡി എടുത്ത് 0 ചിൽഡ്രൻ, ഇ എടുത്ത് 0 ചിൽഡ്രൻ. സോ ഇതെന്താണ്? ഇതൊരു full binary tree ആണ്. വേറെ എക്സാമ്പിൾ യു ക്യാൻ സി. അടുത്തൊരു എക്സാമ്പിൾ യു ക്യാൻ സി. A you can see 2 children, B 2 children, C no children, D 2 children, E no children, G no children, H no children. So this is what? This is a full binary tree. So full binary tree എന്താ പറയുന്നത്? Every node has either 0 or 2 children. No node can have only 1 child. That means ഒരൊറ്റ ചൈൽഡ് മാത്രം. ഇങ്ങനെ ഞാൻ സപ്പോസ് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സാധനം വരയ്ക്കാന്ന് വിചാരിച്ചു, ഇത് പോസിബിൾ അല്ല. റൈറ്റ്. ഇവിടെ ഞാൻ F എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോസിബിൾ അല്ല. കാരണം സീൻ എന്തുണ്ട്? ഒരൊറ്റ ചൈൽഡ് ഉണ്ട്, വിച്ച് ഇസ് നോട്ട് എ ഫുൾ ബൈനറി ട്രീ. ഫുൾ ബൈനറി ട്രീ എന്താ പറയുന്നത്? ഐദർ 0 or 2 children. Now these are the types of binary trees. കേട്ടോ. സോ ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്നുള്ള കാര്യം നോക്കി. ഇനി ഇതെന്താ നോക്കുന്നത്? ഇത് ടൈപ്സ് ഓഫ് ബൈനറി ട്രീ. എത്ര ടൈപ്പ് ഓഫ് ബൈനറി ട്രീസ് ഉണ്ട്? രണ്ടാമത്തെ അടുത്ത ബൈനറി ട്രീന്റെ പേരാണ് കംപ്ലീറ്റ് ബൈനറി ട്രീ. അതെന്താണ് നമുക്ക് നോക്കാം. ഓൾ ലീവ്സ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് എക്സെപ്റ്റ് പോസിബിളി ദി ലാസ്റ്റ്. അതിന്റെ മീനിങ് എന്താണ് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എന്താ പറയുന്നത്?
എല്ലാ ലെവൽസും ഇതിനെ നമ്മൾ ലെവൽ എന്ന് പറയും. ഓക്കെ, ഇതെല്ലാത്തിനും നമ്മൾ ലെവൽ എന്ന് പറയും. ഇതൊരു ദിസ് ഇസ് 0th ലെവൽ, ഫസ്റ്റ് ലെവൽ. നമ്മൾ നോക്കും എന്താന്നുള്ള കാര്യം അടുത്ത സ്ലൈഡിൽ. റൈറ്റ്. സോ ഓരോ ലെവലും എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, എക്സെപ്റ്റ് പോസിബിളി ദ ലാസ്റ്റ് വൺ. സോ ദാറ്റ് മീൻസ് ലാസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മളിങ്ങനെ ഫിൽ ചെയ്ത് പോകണം. ഇവിടെ ഒന്നും ഇവിടെ ഫിൽ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോ നോട്ട്സ് ഇൻ ദ ലാസ്റ്റ് ലെവൽ ആർ ഫിൽഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വിതൗട്ട് ഗ്യാപ്സ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ ഫില്ല് ചെയ്യണം. റൈറ്റ്, ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഫിൽഡ് ആയിരിക്കണം എന്നാണ് കംപ്ലീറ്റ് ബൈനറി ട്രീ പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. യു ക്യാൻ സീ സംതിങ് ലൈക്ക് ദിസ്. സോ എ കണ്ട, യു ക്യാൻ സീ ഇത് ഫില്ലാണ്, ഈ ലെവൽ ഫില്ലാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റ് ഫിൽഡ് ആണ്, ബാക്കി ഒന്നും ഫിൽഡ് അല്ല എങ്കിലും എന്താണ്, കുഴപ്പമില്ല. ഇതിന് നമ്മൾ എന്ത് പറയും? കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ എ ബി സി ആൻഡ് സപ്പോസ് ഇതല്ല, ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത് വിചാരിച്ചു, ഡി. ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ല. വൈ? ബിക്കോസ് ഈ ലെവലിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഫില്ലിംഗ് ഇല്ല. സോ എന്താണ് കംപ്ലീറ്റ് ബൈനറി ട്രീ പറയുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകണം. ലാസ്റ്റ് ലെവലിൽ എന്താണ്, നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ഫില്ലിംഗ് ഉണ്ടാവണം. അതായത് നമ്മൾ ആദ്യം റൈറ്റ് ഫില്ല് ചെയ്തിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതെന്താണ്, കംപ്ലീറ്റ് ബൈനറി ട്രീ ആവത്തില്ല. സോ വീണ്ടും നമുക്ക് ഡെഫിനേഷൻ വായിക്കാം. ഓൾ ലെവൽസ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് എക്സെപ്റ്റ് പോസിബിളി ദി ലാസ്റ്റ്. റൈറ്റ്, ദാറ്റ് മീൻസ് ലാസ്റ്റ് നമ്മൾ പോസിബിളി ഫിൽ ചെയ്തിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്താണ്, ലെഫ്റ്റ് ടു റൈറ്റ് ഫില്ലിംഗ് പ്രോപ്പർ ആയിരിക്കണം. നോട്ട്സ് ഇൻ ദ ലാസ്റ്റ് ലെവൽ ആർ ഫിൽഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വിതൗട്ട് ദി ഗ്യാപ്സ്. അങ്ങനത്തെ ട്രീസ് നമ്മൾ എന്ത് പറയും? കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയും. അടുത്ത ടൈപ്പ് എന്താണ്? പെർഫെക്റ്റ് ബൈനറി ട്രീ. പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആണ്. ഓൾ ഇന്റേണൽ നോട്ട്സ് ഹാവ് എക്സാക്ട്ലി 2 children. റൈറ്റ്, ചിൽഡ്രൻ ഇല്ലാതിരിക്കുന്നത് അതൊന്നും പെർഫെക്റ്റ് അല്ല. ഓൾ ലീഫ് നോട്ട്സ് ആർ അറ്റ് ദ സെയിം ലെവൽ. എല്ലാവരും ഒരേ ലെവലിലായിരിക്കണം. ലൈക്ക് ദിസ്. റൈറ്റ്, എ ബി സി. എന് എന്ത് 2 ചിൽഡ്രൻ ഉണ്ട്, ബിന് ഡി ഇ, സി ഇ എഫ് ജി. റൈറ്റ്. സോ ഓൾ ഇന്റേണൽ നോട്ട്സ്, ഇന്റേണൽ നോട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിനെയാണ് ഇന്റേണൽ നോട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ യു ക്യാൻ ഓൾ നോട്ട്സ് ഹാവ് 2 children അല്ല പറയുന്നത്. എല്ലാ ഇന്റേണൽ നോട്ട്സിനും എന്തുണ്ടാവണം? 2 children ഉണ്ടാവണം. ആൻഡ് എല്ലാവരും ഒരേ ലെവലിൽ. ദാറ്റ് മീൻസ് എല്ലാം പെർഫെക്റ്റ്ലി ആയിരിക്കണം എന്നാണ്. സപ്പോസ് ഞാൻ അടുത്തൊരു ലെവൽ വരയ്ക്കുവാണ്. സപ്പോസ് ബി സി, റൈറ്റ്, ഡി ഇ എഫ് ജി. ആൻഡ് ഡിന്റെ താഴെ ഞാൻ എന്തെങ്കിലും വരയ്ക്കുന്നത് എച്ച് ഐ ജെ കെ. എന്നിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ ലീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്താണ്? കാരണം ഇത് പെർഫെക്റ്റ് അല്ല. കാരണം എന്താണ്? ഞാൻ ഈ ലെവലിനെ ഫിൽ ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, സെയിം ലെവലിലല്ല. റൈറ്റ്. ആൻഡ് ഇന്റേണൽ നോട്ട്സ് ഇതാണ്. ആ ഇന്റേണൽ നോട്ട്സ് എന്തുണ്ട്? 2 children ഇല്ല, എഫും ജിനും ഇല്ല. സോ ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് ബൈനറി ട്രീ. സോ പെർഫെക്റ്റ് ബൈനറി ട്രീ എന്നുള്ള കാര്യം മനസ്സിലായി. ഡീജനറേറ്റ് അല്ലെങ്കിൽ സ്ക്യൂഡ് ബൈനറി ട്രീ എന്ന് പറയും. എവറി പേരന്റ് നോഡ് ഹാസ് ഓൺലി 1 child. ഇവിടെ എന്താ പറയുന്നത്? എക്സാക്ട്ലി 2 children ഉണ്ടാവണം. ഇവിടെ എന്താ പറയുന്നത്? ഒരൊറ്റ ചൈൽഡ് എല്ലാ പേരന്റിനും ഉണ്ടാവാൻ പാടുള്ളൂ. നൗ സ്ട്രക്ചർ ലുക്സ് ലൈക്ക് എ ലിങ്ക് ലിസ്റ്റ്. യു ക്യാൻ സി സംതിങ്. ഇപ്പൊ ഇതിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് റൈറ്റ് സ്ക്യൂഡ്. റൈറ്റ് സ്ക്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ സി ലൈക്ക് ദിസ്. റൈറ്റിൽ ഇങ്ങനെ എന് ഒരു ചൈൽഡ്, റൈറ്റ് ചൈൽഡ് ബി, ബി എന്ന് റൈറ്റ് ചൈൽഡ് സി. റൈറ്റ്. സോ ഇതെന്താണ്? ഇങ്ങനെ ഒരു ഡീജനറേറ്റ് ആയിട്ട് ഇങ്ങനെ സ്ക്യൂഡ് ആയിട്ട് പോവാണ്. സോ എവറി പേരന്റ് എന്തുണ്ട്? ഒരൊറ്റ ചൈൽഡേ ഉള്ളൂ. സോ ഇത് ബേസിക്കലി എന്തായി മാറും? ലിങ്ക് ലിസ്റ്റ് പോലെ തന്നെയായി മാറും. എ ബിയിലോട്ട് കണക്റ്റഡ് ആണ്, ബി സിയിലോട്ട്, അങ്ങനെ. Now left skewed എങ്ങനെ ആയിരിക്കും? യു ക്യാൻ സി ഇങ്ങനെ ആയിരിക്കും. എന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ സ്ക്യൂഡ് ആയിരിക്കും. Now there is an important question. ഇതിനെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുമോ? സംതിങ് ലൈക്ക് ദിസ്. എ ഇങ്ങനെ, ബി ദെൻ സി. യെസ്, ഓഫ് കോഴ്സ് ഇതും ട്രൂ ആണ്, ഇതും സ്ക്യൂഡ് തന്നെയാണ്. ഇതിനെന്താ പറയും? നമ്മൾ ഡീജനറേറ്റ് ബൈനറി ട്രീ എന്ന് പറയും. എന്താ പറയുന്നത്? എവറി പേരന്റ് നോഡ് ഹാസ് ഓൺലി 1 child എന്ന് നമ്മൾ പറയും. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ. റൈറ്റ്. സോ റൈറ്റ് സ്ക്യൂഡ്, ലെഫ്റ്റ് സ്ക്യൂഡ്, ഇങ്ങനെ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള സ്ക്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ ദീസ് വെർ ദ ടൈപ്സ് ഓഫ് ബൈനറി ട്രീ. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ട്രീ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഫസ്റ്റ് വൺ, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് അറ്റ് ലെവൽ ഐ. അതെന്തായിരിക്കും? 2⁻i ആയിരിക്കും. വേർ i is greater than or equal to 0. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ്? സപ്പോസ് നമ്മുടെ ട്രീ ഇതാണ്. സോ എന്താണ് ഇത്? ഇത് ലെവൽ 0 ആണ്, ഇത് ലെവൽ 1 ആണ്, ഇത് ലെവൽ 2 ആണ്. യു ക്യാൻ സി ലൈക്ക് ദിസ്. റൈറ്റ്. ലെവൽ 0, ലെവൽ 1 ആൻഡ് ലെവൽ 2. ഇതിനാണ് നമ്മൾ ലെവൽസ് എന്ന് പറയുന്നത്. സോ മാക്സിമം ഓരോ ലെവലിലും
എത്ര മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ഉണ്ടാവും അതിനുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഐ നമ്മുടെ ലെവൽ ആണെങ്കിൽ അപ്പൊ ആ ith ലെവലിൽ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് എത്ര ആയിരിക്കും? 2⁻i ആയിരിക്കും. റൈറ്റ്? എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. സോ 0th ലെവലില് എത്ര നോഡ്സ് ഉണ്ടാവും? 2⁻0 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 1 നോഡ്. യു ക്യാൻ സി 1 നോഡ്. റൈറ്റ്? 1 നോഡ്. ഇനി ഫസ്റ്റ് ലെവലിൽ മാക്സിമം എത്ര നോഡ്സ് ഉണ്ടാവാം? മാക്സിമം ഓക്കെ 2⁻1 എത്ര ആയിരിക്കും? 2. യു ക്യാൻ സി ഫസ്റ്റ് ലെവൽ എത്രയുണ്ട്? ബി ആൻഡ് സി 2. മാക്സിമം ഇത്ര ഉണ്ടാവും. ഇതിനേക്കാളും കുറവുണ്ടാവാം. ഓൾറൈറ്റ്? സോ പക്ഷെ മാക്സിമം ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. റൈറ്റ്? സോ ഇഫ് യു ആർ ഗോയിങ് ഫോർ സ്ക്യൂഡ്, റൈറ്റ്? അപ്പൊ ഈ ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? മാക്സിമം ആണ് പറയുന്നത്. റൈറ്റ്? സോ മാക്സിമം ഇത്ര ഉണ്ടാവാന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എല്ലാ ട്രീനും ഗ്യാരണ്ടി പറയുമല്ല, മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് ഫോർ എ ട്രീ, അതാണ് നമ്മളിവിടെ പറയുന്നത്. ലെവൽ 2 എന്തായിരിക്കും? മാക്സിമം 2⁻2. യു ക്യാൻ സി 4. സോ ഇൻ എ പെർഫെക്റ്റ് ബൈനറി ട്രീ എന്തായിരിക്കും? ഇത് ഹോൾ ട്രൂ ചെയ്യും. റൈറ്റ്? സോ സി മാക്സിമം നമ്പർ എത്ര ആയിരിക്കും? യു ക്യാൻ സി ഇൻ ലെവൽ 2 യു ക്യാൻ സി 1 2 3 4. സോ അടുത്ത ലെവലിൽ മാക്സിമം എത്ര ഉണ്ടാവും? ദിസ് ഈസ് ഓക്കെ, ദിസ് ക്യാൻ ഓൾസോ ബി എ ട്രീ. റൈറ്റ്? സോ അപ്പൊ എന്താ? 2⁻3 ഈസ് ഈക്വൽ ടു 8 ലെവൽ. ഇവിടെ 2 അല്ലേ ഉള്ളൂ. എന്താണ് അതിന്റെ ആൻസർ? മാക്സിമം നോഡ്. മാക്സിമം എന്ന് പറയുമ്പോൾ മാക്സിമം എത്രയും വരാം? യു ക്യാൻ സി മാക്സിമം എത്ര വരെ? 1 2 3 4 5 6 7 8. 2⁻3 ഇതെന്താണ്? ലെവൽ 3 ആണ്. റൈറ്റ്? സോ 2⁻3 എന്താണ്? 8 ആണ്. സോ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? മാക്സിമം നമ്പർ. സോ ഫോർമുല എന്താ? നമ്മുടെ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് അറ്റ് ലെവൽ ഐ എന്തായിരിക്കും? 2⁻i ആയിരിക്കും. So you have to understand this. Maximum number of nodes at level I is what? 2⁻i, where I is greater than or equal to 0. 0 being the root level. ഈ ലെവലിനെ നമ്മൾ 0th level എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ലെവൽ, ഇത് സെക്കൻഡ് ലെവൽ. Alright. So understood the first property. Now second property, maximum number of nodes in a binary tree of height h. റൈറ്റ്? ഇനി ഒരു ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാക്സിമം നമ്പർ, ഇതെല്ലാം മാക്സിമം നമ്പർ ആണ് കേട്ടോ. സോ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് എത്രയായിരിക്കും? അത് ഇതാണ് അതിന്റെ ഫോർമുല. 2⁻h+1. h+1ഉം ഇത് രണ്ടും എന്താ? h+1 ഇത് മൊത്തമാണ് നമ്മുടെ raised to പവറിൽ ഇരിക്കുന്നത്. -1. റൈറ്റ്? സോ ട്രീന്റെ ഹൈറ്റ് എന്താണ്? യു ക്യാൻ സി സപ്പോസ് ഇതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? നമുക്കറിയാം ലോങ്സ്റ്റ് പാത്ത് ഫ്രം റൂട്ട് അല്ലേ? സോ 1 2. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്താണ്? 2 ആണ്. റൈറ്റ്? സോ ഇതിന്റെ ഹൈറ്റ് 2 ആണ്. സോ ഹൈറ്റ് 2 ഉള്ള ഒരു ബൈനറി ട്രീയില് മാക്സിമം നോഡ്സ്, ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എത്രയായിരിക്കാം? അപ്പൊ നമ്മൾ അതിനുള്ള ഫോർമുലയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ 2⁻2 ഹൈറ്റ് എത്രയാണ് നമ്മുടെ? ഇവിടെ 1 2 എക്സാമ്പിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 1 2. റൈറ്റ്? സോ 2 + 1 ഹൈറ്റ് എത്ര? 2 + 1 ഈ ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. -1. സോ 2⁻2 ഇത് എത്രയാണ്? 3 -1 എന്തായിരിക്കും? 2⁻3 എത്രയാണ്? 8. 8 - 1 എന്താണ്? 7 നോഡ്സ് മാക്സിമം ഉണ്ടാവും. റൈറ്റ്? 1 2 3 4 5 6 7. റൈറ്റ്? യു ക്യാൻ സി 7 നോഡ്സ്. നൗ അഗെയിൻ നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനത്തെ ചോദ്യം വരാം. ഇങ്ങനെ നമുക്ക് നോഡ്സ് ക്രിയേറ്റ് ചെയ്യാലോ? ഡി ഇ. റൈറ്റ്? അപ്പൊ ഇവിടെ നമുക്ക് 7 വരുന്നല്ലോ. എന്താ നമ്മൾ പറയുന്നത്? മാക്സിമം ഇത്രയും വരാം എന്നാണ് പറയുന്നത്. റൈറ്റ്? അതിനേക്കാളും കുറവ് വരാം. ഇത് എല്ലാ ട്രീസും ഗ്യാരണ്ടി പറയുന്നില്ല. പക്ഷെ നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? മാക്സിമം എത്രയും വരാം. മാക്സിമം എത്താണ്? ഇതെല്ലാം ഫില്ല് ചെയ്താൽ എങ്ങനെയിരിക്കും? ആ സിനാരിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. സോ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ഇൻ എ ബൈനറി ട്രീ ഓഫ് ഹൈറ്റ് h എന്തായിരിക്കും? 2⁻h+1 -1. ഓൾറൈറ്റ്? സോ യു ക്യാൻ സി ഇതെങ്ങനെയാണ്. ഹൈറ്റ് ഇവിടെ നമ്മുടെ h = 2 ആണ്. റൂട്ട് എന്താണ് നമ്മുടെ? ഇത് 0th ലെവൽ, ഇത് ലെവൽ 2. റൈറ്റ്? സോ ടോട്ടൽ എത്ര? ഹൈറ്റ് 2. നിങ്ങൾക്ക് ഇങ്ങനെ വേണം നോക്കാം. 1 2 ഇങ്ങനെ എണ്ണാം. റൈറ്റ്? സോ ഹൈറ്റ് എത്ര? 2. സോ മാക്സിമം നോഡ്സ് എന്താണ്? ഇവിടെ നമ്മൾ നോക്കിയ പോലെ 2⁻2 + 1 - 1 = 7. ഓൾറൈറ്റ്? സോ ഇതാണ് മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ഇൻ എ ബൈനറി ട്രീ ഓഫ് ഹൈറ്റ് h. നൗ അടുത്ത പ്രോപ്പർട്ടി, മിനിമം പോസിബിൾ ഹൈറ്റ് വിത്ത് n നോഡ്സ്. റൈറ്റ്? തിരിച്ച് അതിന്റെ റിവേഴ്സ് എടുക്കുവാണ്. നമുക്ക് നോഡ്സ് തന്നിട്ടുണ്ട്, n നോഡ്സ്. അതിൽ മിനിമം ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിന്റെ ഫോർമുല ഇങ്ങനെയാണ്. log⁻2 n+1. n എന്താണ്? നമ്പർ ഓഫ് നോഡ്സ് ആണ്. -1. സെയിം എക്സാമ്പിൾ എടുക്കാം നമുക്ക്. യു ക്യാൻ സി നമ്മുടെ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് എത്രയാണ്? 1 2 3 4 5 6 7. റൈറ്റ്? സോ log2 7 + 1 -1. log2 ഇതെന്താണ്? 8 ആണ്. -1 നമുക്കറിയാം. ലോഗരിതം വെച്ചിട്ട് 2⁻3 ആണ് 8 അല്ലേ? സോ ഇതെന്തായിരിക്കും? 3. സോ 3 - 1 എന്താണ്?
2 ആണ്. സോ യു ക്യാൻ സി 1 2 ഇതാണ് ഇതിന്റെ ഹൈറ്റ്. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി മിനിമം പോസിബിൾ ഹൈറ്റ് എത്രയാണ്? അതിന്റെ 2 ആണ്. ഓക്കെ, സോ നമ്മൾ അഗെയിൻ n is equal to 7 നോട്ട്സ് ഹൈറ്റ് എന്താണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 1 2 യു ക്യാൻ സി റൈറ്റ്. സോ ഹൈറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. സോ അതിന്റെ റിവേഴ്സ് ആണ് നമ്മൾ തേർഡ് പ്രോപ്പർട്ടിയിൽ നോക്കുന്നത്. ഓൾറൈറ്റ്, നൗ 4 എന്താണ്? മാക്സിമം ഹൈറ്റ് ഓഫ് എ ബൈനറി ട്രീ വിത്ത് n നോട്ട്സ്. മാക്സിമം ഹൈറ്റ് ഓഫ് എ ബൈനറി ട്രീ വിത്ത് n നോട്ട്സ്. ഓൾറൈറ്റ്, മാക്സിമം ഹൈറ്റ് എന്തായിരിക്കും? യു ക്യാൻ സി ഇത് മിനിമം പോസിബിൾ ഹൈറ്റ് ആണ് നമ്മൾ നോക്കിയത്. മാക്സിമം ഹൈറ്റ് എന്തായിരിക്കും? ഈ രീതിയിലായിരിക്കും. സപ്പോസ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ റൈറ്റ്, ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും? മാക്സിമം ഹൈറ്റ് ഇവിടെയാണ് വരുന്നത്. ഓൾറൈറ്റ്, സോ മാക്സിമം ഹൈറ്റ് ഓഫ് എന്തായിരിക്കും? ഏത് കേസിലായിരിക്കും? ഡീജനറേറ്റ് കേസിലായിരിക്കും, ലൈക്ക് ലിങ്ക് ലിസ്റ്റിൽ. അപ്പൊ എന്തായിരിക്കും? n-1 ആയിരിക്കും. സി എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3 4 റൈറ്റ്. സോ ഹൈറ്റ് എത്രയായിരിക്കും? 1 2 3. സോ എത്ര നോട്ട്സ് ഉണ്ടോ -1 റൈറ്റ്. സോ യു ക്യാൻ സി ദ മാക്സിമം ഹൈറ്റ് എന്തായിരിക്കും? n-1 ആയിരിക്കും. സോ യു ക്യാൻ സി ഈ സിറ്റുവേഷനിലാണ് മാക്സിമം ഹൈറ്റ് നമുക്ക് കിട്ടുന്നത്. ഓൾറൈറ്റ്, സോ മാക്സിമം ഹൈറ്റ് എന്തായിരിക്കും? n എത്ര നോട്ട്സ് ഉണ്ടോ -1. സോ 1 2 3 റൈറ്റ്. സോ ദ ഹൈറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. സോ n 4 നോട്ട്സ് ആണ്, ഹൈറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. ലെവൽ 0 to 3. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദി മാക്സിമം ഹൈറ്റ് ഓഫ് എ ബൈനറി ട്രീ വിത്ത് n നോട്ട്സ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി അഞ്ചാമത്തെ ഒരു പ്രോപ്പർട്ടി കൂടെ നമുക്ക് നോക്കണം. റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ നോട്ട്സ് ആൻഡ് ലീഫ് നോട്ട്സ്. റൈറ്റ്, ടോട്ടൽ നോട്ട്സ് ക്യാപിറ്റൽ N വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലീഫ് നോട്ട്സ് നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് ലെവലിൽ വിച്ച് ഹാസ് നോ ചിൽഡ്രൻ. റൈറ്റ്, സോ മാക്സിമം നമ്പർ ഓഫ് നോട്ട്സും അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സും ലീഫും തമ്മിൽ എന്താ ബന്ധം എന്താണെന്നുള്ള കാര്യം നമ്മളിവിടെ നോക്കാൻ പോകുന്നു. സോ ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. L എന്ന് പറയുമ്പോൾ എന്താ? ലീഫ് നോഡ്. ലീഫ് നോഡ് ഈസ് ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ 2. അതാണ് ഇതിന്റെ ഫോർമുല. എങ്ങനെ നമുക്ക് നോക്കാം? സപ്പോസ് നമുക്ക് n എത്രയാണ്? യു ക്യാൻ സി 1 2 3 4 5 6 7 റൈറ്റ്. സോ L എന്തായിരിക്കും? നമുക്ക് n ക്യാപിറ്റൽ എന്താണ്? 7 ആണ്. 7 നോട്ട്സ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ലീഫ് നോഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ 7 + 1 ഡിവൈഡഡ് ബൈ 2. സോ 8 ഡിവൈഡഡ് ബൈ 2 എന്തായിരിക്കും? 4 റൈറ്റ്. സോ നമ്മുടെ ലീഫ് നോഡ് എന്തായിരിക്കും? 4. യു ക്യാൻ സി DEFG ലീഫ് നോട്ട്സ് എത്രയുണ്ട്? 4 നോട്ട്സ് ഉണ്ട്. സോ അതാണ് അതിന്റെ റിലേഷൻസ്. റൈറ്റ്, യു ക്യാൻ സി n is equal to 7 ഇത് പെർഫെക്റ്റ് ബൈനറി ട്രീയിൽ ലീവ്സ് എത്ര ആയിരിക്കും? 7 + 1 ഡിവൈഡഡ് ബൈ 2 is equal to 4 ആയിരിക്കും. സോ യു ക്യാൻ സി എന്താണ് ഫിഫ്ത്ത് നമ്മുടെ റിലേഷൻ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ദ ടോട്ടൽ നോട്ട്സ് ആൻഡ് ലീഫ് നോട്ട്സ് എന്താണ്? L is equal to n+1 ഡിവൈഡഡ് ബൈ 2. സോ ഇതെല്ലാം കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ആണ്. ആൻഡ് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് യൂസ് ദി കോമന്റ് ബോക്സ് and I will try to answer as much as I can. All right, thank you for watching.